ബി.ജെ.പി. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. ബി.ജെ.പി. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ 2 ദിവസങ്ങളിലായി ദർബാർ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പരിശീലന ശിബിരത്തിന്റെ സമാപന പരിപാടി തൃശൂർ സൗത്ത് ജില്ലാ പ്രഭാരി എം.എ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് പുറത്തുള്ള ആ ഇന്ത്യൻ മുന്നണി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യ സഖ്യം അവരൊറ്റക്കെട്ടായി പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഒരർത്ഥത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും പ്രതിപക്ഷത്ത് കൊടുങ്ങല്ലൂരിൽ 41.63% വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ച ഏക മുനിസിപ്പാലിറ്റി ഏക സ്ഥലം ഈ കൊടുങ്ങല്ലൂർ. പക്ഷെ നമുക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. അതിന് കാരണം ഇവിടുത്തെ ജനങ്ങളല്ല, ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഒത്തുചേർന്ന് ജനങ്ങൾ ആഗ്രഹിച്ച ഭരണത്തിൽ നിന്ന് ബി.ജെ.പി. ആക്കി നിർത്തിയിരുന്നു. ഏതാണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ മുന്നണി സഖ്യം കേരളത്തിലും രൂപപ്പെടും എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം. കേരളത്തിൽ ഇടതു വലത് മുന്നണികളുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ. തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇവരെന്തോ ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ഇ.ആർ. ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രഭാരി സജീവ് പള്ളത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി.ജെ. ജെമി, ഐ.എസ്. മനോജ് എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന പഠന ശിബിരത്തിൽ സംഘടനാ പ്രവർത്തനം, ആശയാധിഷ്ഠിത രാഷ്ട്രീയം, പാർട്ടി ചരിത്രം, പൊതുപ്രവർത്തനം, നേതൃപാടവ വികസനം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ സംഘടിപ്പിച്ചു. മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഭാരവാഹികളും പ്രവർത്തകരും ശിബിരത്തിൽ പങ്കെടുത്തു.